അയോഗ്യതയ്ക്കെതിരായ വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി പറയുന്നത് നീട്ടി. അന്താരാഷ്ട്ര കായിക തർക്കപരിഹാര കോടതി ഇന്ന് വിധി പറയില്ല. നാളെ രാത്രി 9:30 വരെയാണ് സമയം നീട്ടി നൽകിയിരിക്കുന്നത്. വിനേഷ് കുഞ്ഞിരാമൻ ചേരുകയാണ് ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന്. വിനേഷ്, 140 കോടിയിലധികം ജനങ്ങൾ ഒരു രാജ്യമൊന്നാകെ കാത്തിരിക്കുന്നു. വിനേഷ് വെള്ളി നേടണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ കാത്തിരിപ്പിന് 24 മണിക്കൂർ കൂടി ദൂരമാണ്. എപ്പോഴാവും നാളെ ഈ നിർണായക വിധി വരിക? അൻസു എൽസ സന്തോഷ്, ഇന്നലെ വൈകിട്ടോടുകൂടി വാദം പൂർത്തിയായതാണ്. ഇന്ന് 9:30 വിധി വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതുമാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ആ നിർണായക സമയത്ത് 9:30 വരെ കാത്തുനിന്നു. ആ 9:30 സമയത്താവുമ്പോഴാണ് വീണ്ടും ഒരു 24 മണിക്കൂർ കൂടി ഈ സമയം നീട്ടി നൽകിയതായി ഇപ്പോൾ അന്താരാഷ്ട്ര കായിക തർക്കപരിഹാര കോടതി പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രേലിയക്കാരിയായ അന്നാബെൽ ബെന്നറ്റാണ് ഇതിന് വിധി പറയാനുള്ളത്. വാദം കേട്ടത് മുഴുവൻ അന്നാബെൽ ബെന്നറ്റാണ്. അന്നാബെൽ ബെന്നറ്റിന് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സമയം നീട്ടി നൽകിയിട്ടുള്ളത്. വിനേഷ് ഫോഗട്ടിന്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് തന്നെ അയോഗ്യയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അയോഗ്യയാക്കിയ തീരുമാനം പിൻവലിക്കണം. വെള്ളി മെഡലിന് സംയുക്ത അവകാശം ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളി മെഡൽ ഇപ്പോൾ നിലവിൽ വെള്ളി മെഡൽ ഉള്ളത് ക്യൂബൻ താരത്തിനാണ്. ഈ ക്യൂബൻ താരത്തെയാണ് സെമി ഫൈനലിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ക്യൂബൻ താരത്തിനൊപ്പം തന്നെ തനിക്കും വെള്ളി മെഡലിന് അവകാശമുണ്ട്. ഭാരത്തിൽ കൃത്രിമത്വം നടത്തിയിട്ടില്ല, തട്ടിപ്പ് നടത്തിയിട്ടില്ല. കാരണം ആദ്യ ദിവസത്തെ മത്സരങ്ങൾ നടക്കുമ്പോൾ കൃത്യമായി 49.5 കിലോയായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ഭാരം. പിന്നീട് ആ ദിവസത്തെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യ മത്സരം, പിന്നീട് ക്വാർട്ടർ പോരാട്ടം, സെമി ഫൈനൽ പോരാട്ടം, ഈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭാരം കൂടിയിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴാണ് ഭാരം 100 ഗ്രാം അധികം എന്ന് കാണുന്നത്. അതുകൊണ്ട് തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല. ആദ്യത്തെ ദിവസം കൃത്യമായ ഭാരത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ആ സമയത്ത് താൻ യോഗ്യയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ യോഗ്യത തനിക്ക് വേണം. ഫൈനൽ വരെയുള്ള യാത്ര അത് സുതാര്യമാണ്. അതുകൊണ്ട് തന്നെ വെള്ളി മെഡലിന് അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ വാദം. അത് ഇനിയിപ്പോൾ ഈ വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ അത് ഏത് രീതിയിലാണ് വാദിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതിനെ എങ്ങനെയാണ് ഈ അന്താരാഷ്ട്ര തർക്കപരിഹാര കോടതി കാണുക എന്നും നമുക്കറിയില്ല. ഏതായാലും നാളെ രാത്രി 9:30 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 9:30 വരും. ഇന്ന് രാത്രി ഈ അല്പസമയം മുൻപ്, അരമണിക്കൂർ മുൻപ് വിധി വരേണ്ടതായിരുന്നു. അതിനുള്ള കാത്തിരിപ്പായിരുന്നു. ഇനി ഏതായാലും ഒളിമ്പിക്സ് മത്സരങ്ങൾ നാളെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മാർച്ച് പാസ്റ്റും മറ്റ് സമാപന ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യം. ശരി, വ്യക്തമാണ്. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി പറയുന്നത് നാളേക്ക് നീട്ടിയിരിക്കുകയാണ്. വിനേഷ് കുഞ്ഞിരാമനാണ് വിവരങ്ങൾ നൽകിയത്.